ഹലോ, ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ടേസ്റ്റുള്ള ഒരു ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിക്കും ദോശയ്ക്കും പൊറോട്ടയ്ക്കും ഒക്കെ കഴിക്കാൻ മാത്രമല്ല, പിട്ട് അപ്പം എന്തിനു വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ കറിയാണ്. കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണിത്. അപ്പോൾ ആദ്യം നമുക്കതിനൊരു മസാല തയ്യാറാക്കിയെടുക്കാം. മസാലക്കൂട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് 1 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3 ടീസ്പൂണാണ് ഇതുള്ളത്. 1 ടേബിൾ സ്പൂണ് മല്ലി ചേർത്ത് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം. നമ്മൾക്ക് ഒരു 2 മിനിറ്റ് ഒന്ന് ഇതൊന്ന് വറുത്തെടുക്കണം. ആദ്യം 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അതിനുശേഷം നമ്മൾക്ക് ഇതിലേക്ക് ഒരു ബേ ലീഫ്, ഒരു കഷ്ണം പട്ട, 4 ഗ്രാമ്പു, ഒരു 2 ഏലക്കായ അവ കൂടിയിട്ട് ഒന്ന് വറുക്കാം. പട്ടയും ഈ ബേ ലീഫിൻ്റെ ഇലയും ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് ഇത് ആയിക്കിട്ടുക. ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുക. എന്നിട്ടിതൊന്ന് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. മല്ലി നമ്മൾ ചേർത്ത് വെച്ച മസാലകളൊക്കെ ഒന്ന് നല്ലപോലെ മൂത്ത് വരണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത്, ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്യുക. ഇനി ഇതിലേക്ക് ഇതൊന്ന് നല്ലപോലെ മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂണ് പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അവ ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്ത് നമ്മൾക്കിത് ആറാൻ വയ്ക്കണം. ഇതായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് ചൂടാറാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ചിക്കൻ എടുക്കാം. ഇതൊരു 3/4 കിലോ ചിക്കൻ ഉണ്ട്. കറി കഷ്ണത്തിന് വേണ്ടിയിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. നല്ലപോലെ കഴുകി വൃത്തിയാക്കി പാത്രത്തിൽ ആക്കി വെച്ചതാണ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. ഇതിൽ വേറെ ഒന്നും ചേർത്ത് കൊടുക്കണില്ല. നമുക്കിത് അടച്ചു വെച്ചിട്ട് ഇതിലേക്ക് വേണ്ടുന്ന പൊടികളൊന്ന് പൊടിച്ചെടുക്കുകയും വേണം. അതുപോലെ കുറച്ച് സാധനങ്ങളൊന്ന് അരിഞ്ഞെടുക്കുകയും വേണം. ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. ഒരു ചെറിയ സവാള, ഒരു മീഡിയം സൈസും, പിന്നെ കുറച്ച് വെളുത്തുള്ളി, വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ ഇതിലേക്ക് വേണ്ടുന്നത് മെയിൻ സാധനമാണ് കാന്താരി മുളക്, പിന്നെ ഒരു 5 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ഈ മുളകുകൾ നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കണം. സവോള അരിഞ്ഞെടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും തനിയെ ചതച്ചെടുക്കണം. സവോളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല പൊടിച്ചെടുക്കാം. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിച്ചെടുക്കാം. പിന്നീട് പച്ചമുളക് തനിയെ പൊടിച്ചെടുക്കണം. ഒക്കെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇഞ്ചിയിൽ നിന്നും കുറച്ചും നമ്മൾ ചതച്ച് വെച്ച പച്ചമുളകിൽ നിന്നും കുറച്ചും ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല പോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിൽ നിന്ന് പകുതി മാത്രമേ എടുക്കണ്ടൂ. പകുതി നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്. അതുകൊണ്ട് പകുതി മാത്രം എടുത്താൽ മതി. ഇത് നല്ലപോലെ ഇത് വഴറ്റിയെടുക്കാം. ഇതൊന്ന് മൂത്ത് വരണം. മൂത്ത് വന്നതിന് ശേഷം നമ്മൾക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. സവോള അരിഞ്ഞ് വെച്ച സവോള ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കണം. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പൊടിച്ച് വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മസാല ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കണം. ആവശ്യത്തിനുള്ളത് മാത്രമേ നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചിക്കൻ ഇതിലേക്ക് ചേർത്ത് വെള്ളം ഒട്ടും ചേർക്കാതെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് നമുക്ക് മൂടി അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആദ്യം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോഴാണ് ഈ ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇതിലേക്ക് ഇറങ്ങി വരിക. ഇതിലൊട്ടും വെള്ളം ചേർക്കാതെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി മൂടി അടച്ച് വെച്ച് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. തിള വന്നിട്ടുണ്ട്. നമുക്ക് ചിക്കനിൽ വെള്ളം ഊറി വരുന്നുണ്ട്. ഇനി കുറച്ചുകൂടെ വരും ഇത്. കാരണം കുറച്ച് ഒന്ന് തിളച്ചത് മാത്രമേ ഉള്ളൂ. ഇനി മൂടി അടച്ച് വെച്ച് ഞാൻ ഒന്നും കൂടെ തിളയ്ക്കാൻ വെക്കുന്നുണ്ട്.
ഇതാ കണ്ടില്ലേ, ഇതിൽ കുറച്ചും കൂടെ വെള്ളം വന്നിട്ടുണ്ട്. ഇനി ഈ വെള്ളമൊക്കെ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഇത് വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതാ ഇത്രയും ആയാൽ മതി. ഇപ്പം നമ്മുടെ ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാതി ഉള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കാന്താരി മുളക് ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് 2 മിനിറ്റ് മാത്രം ഒന്ന് നമ്മൾക്ക് ഇളക്കി കൊടുക്കണം. മൂടി അടച്ച് വെച്ച് വേവിക്കണ്ട. 2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാം യോജിപ്പിച്ചെടുത്താൽ മതി. അതിന് ശേഷം കുറച്ച് മല്ലിയില എടുത്തിട്ടുള്ളൂ, അത് ഇതിൻ്റെ മുകളിൽ തൂവി കൊടുത്ത് ഒന്ന് മൂടി അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തുറക്കാം. അപ്പോൾ നമ്മുടെ കാന്താരി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വളരെ എളുപ്പമാണ്. നമ്മുടെ ദോശയ്ക്കും ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമല്ലോ അല്ലേ? ഈ ചിക്കൻ കറി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.